ട്രാൻസ്ഫോമറിന്റെ പാർട്ട് 3 ആണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇതിനു മുമ്പ് 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ ട്രാൻസ്ഫോമറിന്റെ പവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കുക എല്ലാവരും. എ ട്രാൻസ്ഫോമർ ഹാവിംഗ് നോ പവർ ലോസ് ഹാസ് 5000 ടേൺസ് ഇൻ പ്രൈമറി. അതായത് പ്രൈമറി ചുറ്റുകളുടെ എണ്ണമാണ് 5000. The current in the primary coil and secondary coil are 0.1 and 10 respectively. അതായത് പ്രൈമറി കറന്റ് 0.1 ആംപിയർ, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രൈമറി കറന്റ് 0.1 ആംപിയർ, സെക്കൻഡറി കറന്റ് ആണ് 10 ആംപിയർ, അതായത് 10 ആംപിയർ. പ്രൈമറി ചുറ്റുകളുടെയാണ്. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആണ് എത്ര? 5000. അപ്പൊ NP നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആണ് 5000 തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിലായിട്ട് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ദിസ്? അതായത് ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണോ എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിനായിട്ട് നമുക്ക് ഒന്നാമത്തെ ആൻസർ നോക്കാമോ? ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇതിൽ 2 എണ്ണവും തന്നിട്ടുള്ളത് കറന്റ് ആണ്. 2 ടേം പ്രൈമറിയിലും സെക്കൻഡറിയിലും ഒരേപോലെ തന്നിട്ടുള്ള കാര്യം കറന്റ് ആണ്. അപ്പോൾ കറന്റ് വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്കൻഡറിയിലെ കറന്റ് പ്രൈമറിയെ അപേക്ഷിച്ച് കൂടുതലാണെങ്കിൽ, സെക്കൻഡറി കറന്റ് കൂടുതലാണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ആയിരിക്കും, സെക്കൻഡറി കറന്റ് കുറവാണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ എങ്ങനെയാണ് തന്നിട്ടുള്ളത്? പ്രൈമറി കറന്റ് 0.1 ആംപിയർ ആണ്, അതേസമയം സെക്കൻഡറി ആണെങ്കിൽ 10 ആംപിയർ ആണ്. അപ്പോൾ 10 ആംപിയർ കൂടുതലാണല്ലോ, സെക്കൻഡറി കറന്റ് കൂടുതലായതുകൊണ്ട് ഈ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് സെക്കൻഡറി വോൾട്ടേജ് ഇഫ് ദ അപ്ലൈഡ് വോൾട്ടേജ് ഇൻ ദ പ്രൈമറി ഈസ് 1100 വോൾട്ട്. ഇതിന്റെ പ്രൈമറിയിൽ 1100 വോൾട്ട് നൽകിയാൽ സെക്കൻഡറി വോൾട്ടേജ് എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് രണ്ടാമത് സെക്കൻഡറി വോൾട്ടേജ് കണ്ടുപിടിക്കലാണ് നമ്മളുടെ ബി ക്വസ്റ്റ്യൻ. അതിന് വേണ്ടിയിട്ട് അവർ പ്രൈമറി വോൾട്ടേജ് തന്നിട്ടുണ്ട്. 1100 വോൾട്ട് ആണ് പ്രൈമറി വോൾട്ട് എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് സെക്കൻഡറി വോൾട്ടേജ് ആണ് നമ്മൾ കണ്ടെത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനെ നോക്കി നോക്കൂ, എങ്ങനെ കണ്ടെത്താൻ പറ്റും നോക്കി നോക്കാം. നമ്പർ ഓഫ് ടേൺസ് വെച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല, കാരണം ഇവിടെ പ്രൈമറിത്തെ നമ്പർ ഓഫ് ടേൺസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് കണ്ടെത്താനുള്ള ഒരു ഐഡിയ ഉള്ളത് കറന്റ് വെച്ചിട്ടാണ്. കറന്റ് വെച്ചിട്ടാകുമ്പോൾ 2 തരം കറണ്ട്, പ്രൈമറി സെക്കൻഡറി കറന്റ് തന്നിട്ടുള്ളത് കൊണ്ട് കറന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന് ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയും. അപ്പം അടുത്ത പേജിലേക്ക് പോവാണ്. അടുത്ത പേജിൽ അതിന്റെ ആൻസർ, ഇതിന്റെ എല്ലാവരും സ്വയം ഒന്ന് എഴുതി നോക്കി നോക്കാം ആദ്യം തന്നെ, എന്നിട്ട് നോക്കാം. അപ്പം അതേ കാര്യം തന്നെയാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് അടിയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കി നോക്കാം, എങ്ങനെ സെക്കൻഡറി വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡറി വോൾട്ടേജ് കണ്ടുപിടിക്കാൻ എന്ത് ഇക്വേഷൻ എഴുതാം? VS/VP = കറന്റ് വരുമ്പോൾ എങ്ങനെ എഴുതണം? ഇവിടെ S ആണെങ്കിൽ തിരിച്ചെഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. VS/VP = IP/IS എന്ന് എഴുതണം. അതായത് VS = ഈ VP എന്നുള്ളത് ഇവിടെ കൊണ്ടുപോയി എഴുതാൻ ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിലേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കേൾക്കണം എല്ലാവരും. അപ്പോൾ VS = IP × VP/IS എന്ന് വരും. ഇനി നമുക്കിതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ വാല്യൂസ് നോക്കി ഇതിലേക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ IP എത്രയാണെന്ന് നോക്കി നോക്കുക. IP 0.1 × VP എത്രയാണെന്ന് നോക്കി നോക്കുക. ഇവിടെ തന്നിട്ടുണ്ട് VP 1100 IS എത്രയാണെന്ന് നോക്കി നോക്കുക. IS 10. ഇത് നമുക്ക് ഇത്രയും ഭാഗം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിന്റെ ആൻസർ കണ്ടെത്തലാണ് വേണ്ടത്. 1100 × 0.1 ആണ് കിടക്കുന്നത് അല്ലെ. എങ്ങനെ 0.1 കൊണ്ട് ഇൻഡ് ചെയ്യുക? ഈ സംഖ്യേനെ 0.1 കൊണ്ട് എങ്ങനെ ഇൻഡ് ചെയ്യും? ഈ അറ്റത്ത് നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു പോയിന്റ് ഇങ്ങോട്ട് നീക്കിയിട്ട് ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ അത് എത്ര വരും നോക്കി നോക്കൂ. ഇവിടേക്ക് പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 110 എന്ന് വരും അല്ലെ. നോക്കി നോക്കൂ, 110. 0.1 കൊണ്ട് ഈ സംഖ്യ ഇൻഡ് ചെയ്യുമ്പോൾ ഈ അറ്റത്തുനിന്ന് പോയിന്റ് ഒരു സ്ഥാനം ഇങ്ങോട്ട് നീക്കി ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കാണ് വേണ്ടത്. അപ്പൊ 110 എന്ന് വരും. ബൈ 10 ഉണ്ടല്ലോ, 110/10. അപ്പോൾ ഒരു 0, ഈ 0വും ഇവിടുത്തെ 0വും ക്യാൻസൽ ചെയ്ത് പോകും. 2 0വും നമുക്ക് ഈ അറ്റത്ത് 2 0വും ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് ആൻസർ 11 വോൾട്ട് 11 വോൾട്ട് എന്ന് ആൻസർ കിട്ടും. നമുക്ക് ബി ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഇതിലുണ്ട്, സി ക്വസ്റ്റ്യൻ നോക്കി നോക്കുക. അതിൽ സി ക്വസ്റ്റ്യന്റെ ആൻസർ ചോദിച്ചു നോക്കാം. കാൽക്കുലേറ്റ് ഔട്ട്പുട്ട് പവർ ഓഫ് ദിസ് ട്രാൻസ്ഫോമർ. ഈ ട്രാൻസ്ഫോമർ എന്ത് കണ്ടുപിടിക്കണം? ഔട്ട്പുട്ട് പവർ
കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ഔട്ട്പുട്ട് പവർ കാണാനായിട്ട് എന്താ ചെയ്യുക? ഔട്ട്പുട്ട് പവറിന്റെ ഇക്വേഷൻ എന്താണ്? പവർ VI ആണ്. അപ്പോൾ ഔട്ട്പുട്ട് പവർ ആകുമ്പോൾ VS VS എത്രയുണ്ടെന്ന് നോക്കി നോക്കൂ. VS നമുക്ക് ഇവിടെ ചെയ്തപ്പോൾ കിട്ടിയില്ല. VS നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. VS നമ്മളിവിടെ ചെയ്തു. അപ്പോൾ ഇവിടെ 11 വോൾട്ട് എന്ന് ആൻസർ കിട്ടിയിട്ടുണ്ട്. VS ഇൻറ്റു IS നമുക്ക് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 10. ഇവിടെ IS തന്നിട്ടുണ്ട് 10. അപ്പോൾ രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 110 എന്ന് ആൻസർ കിട്ടും. ഇനി അതിൻ്റെ യൂണിറ്റ് എഴുതണം. പവർ ആണല്ലോ, പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട്, W ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പവർ ആവുമ്പോൾ യൂണിറ്റ് വാട്ട് ആയിരിക്കും, W ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഒരുമിച്ച് ചെയ്യുക, ഓപ്പൺ ചെയ്യാൻ നോക്കുക. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ പ്രൈമറി പവർ ഓഫ് എ ട്രാൻസ്ഫോമർ ഇഫ് ഇറ്റ്സ് സെക്കൻഡറി പവർ ഈസ് 500 വാട്ട്. അതായത് ഒരു ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി പവർ 500 വാട്ട് ആണെങ്കിൽ പ്രൈമറി പവർ എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. അതായത് സെക്കൻഡറിയിലെ പവർ അവർ തന്നിട്ടുണ്ട്, നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പ്രൈമറിയിലെ പവർ കണ്ടുപിടിക്കണം. നമുക്കപ്പോൾ ഓൾറെഡി മുന്നത്തെ പാർട്ട് 1 എന്ന വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും പവർ തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ കണക്കുകളൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ എഴുതാം. കാരണം പ്രൈമറി പവറും സെക്കൻഡറി പവറും ഈക്വൽ ആണ്. അപ്പോൾ അത് സെക്കൻഡറിയിൽ 500 വാട്ട് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രൈമറിയിലും എത്ര തന്നെ ഉണ്ടായിരിക്കും? 500 വാട്ട് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ 500 വാട്ട് തന്നെയാണ്. പവറിന്റെ കേസ് പവർ മാറ്റില്ല, പവർ അതുപോലെ തന്നെയായിരിക്കും. കാരണം ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി പവറും സെക്കൻഡറി പവറും തുല്യമാണ്. അത് തന്നെയാണ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള 500 വാട്ട് തന്നെയാണ് ആൻസർ. ബിക്കോസ് ഇൻ എ ട്രാൻസ്ഫോമർ പ്രൈമറി പവർ ഈക്വൽ ടു സെക്കൻഡറി പവർ. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കി നോക്കാം. എ ട്രാൻസ്ഫോമർ ഹാവിംഗ് നോ പവർ ലോസ് ഹാസ് 1500 ടേൺസ് ഇൻ പ്രൈമറി ആൻഡ് 7500 ടേൺസ് ഇൻ സെക്കൻഡറി. അതായത് പ്രൈമറിയിൽ 1500 ചുറ്റുകളും സെക്കൻഡറിയിൽ 7500 ചുറ്റുകളും ഉണ്ട്. 250 വോൾട്ട് 100 വാട്ട് ഈസ് കൺസ്യൂംഡ് ഫ്രം ദ സെക്കൻഡറി. ഇതിന്റെ സെക്കൻഡറിയിൽ നിന്ന് എത്ര വോൾട്ടേജ് വരുന്നുണ്ട്? 250 250 വോൾട്ടും 100 വാട്ട് പവറും സെക്കൻഡറിയിൽ ലഭ്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം. എ ട്രാൻസ്ഫോമർ ഹാവിംഗ് നോ പവർ ലോസ് ഹാസ് 1500 ടേൺസ് ഇൻ പ്രൈമറി. പ്രൈമറി ചുറ്റുകളുടെ എണ്ണമാണ് 1500. അപ്പോൾ നമുക്കതിവിടെ എഴുതാം. പ്രൈമറി ചുറ്റുകളുടെ എണ്ണം നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആണ് എത്ര വന്നിട്ടുള്ളത്? 1500. ഇനി സെക്കൻഡറിയിലാണ് 7500, 7500 ടേൺസ് ഇൻ സെക്കൻഡറി. അപ്പോൾ സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് ആണ് എത്ര? 7500. ഇനി എന്ത് ചെയ്യണം? 250 വോൾട്ട് 100 വാട്ട് ഈസ് കൺസ്യൂംഡ് ഫ്രം സെക്കൻഡറി. സെക്കൻഡറിയിലെ സെക്കൻഡറി വോൾട്ടേജ് ആണത്. അപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് ആണ് എത്ര? 250 വോൾട്ട്. പിന്നെ സെക്കൻഡറിയിലെ പവർ ആണ് 100 വാട്ട്. പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. അപ്പോൾ സെക്കൻഡറി പവർ ആണ് 100 വാട്ട്. സെക്കൻഡറി ആയാലും പ്രൈമറി ആയാലും പവർ ഒരുപോലെ തന്നെയായിരിക്കും. ഈ കേസിൽ ഇപ്പോൾ പ്രൈമറിയിലെ പവറും 100 വാട്ട് തന്നെയായിരിക്കും, സെക്കൻഡറിയിലെ പവർ 100 വാട്ടാണ്. എന്തൊക്കെ കണ്ടുപിടിക്കണം? കാൽക്കുലേറ്റ് ഈസ് പ്രൈമറി വോൾട്ടേജ് കണ്ടെത്തണം. പിന്നെ കാൽക്കുലേറ്റ് ഈസ് പ്രൈമറി കറന്റും കണ്ടതിന്റെ ആൻസർ നോക്കി നോക്കാം, എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പം അതേ കാര്യം തന്നെയാണ് ഞാൻ ഇവിടെയും എഴുതിയിട്ടുള്ളത്, അതേ സ്ലൈഡ് തന്നെയാണിത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഇനി VP കണ്ടുപിടിക്കണം. VP കണ്ടുപിടിക്കാൻ എന്താ ഇക്വേഷൻ? ഇവിടെ N തന്നിട്ടുണ്ടല്ലോ, നമ്പർ ഓഫ് ടേൺസ് 2 എണ്ണം തന്നിട്ടുണ്ട് അല്ലെ, VS തന്നിട്ടുണ്ട്. ഇനി VP കണ്ടുപിടിക്കാൻ അപ്പം എന്ത് എഴുതാം? VP/VS. VP ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്, അത് ആദ്യം എഴുതാം. VP/VS ഈക്വൽ ടു എന്ത് എഴുതാം? NP/NS. അങ്ങനെയാണെങ്കിൽ VP ഈക്വൽ ടു എന്ത് വരും? NP ഇവിടെ ഉണ്ട്, ഈ VS ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതാം അല്ലെ. അപ്പൊ NP ഇൻറ്റു VS/NS എന്ന് വരും. നമുക്ക് ഇതിൽ വിലകൾ കൊടുക്കാം, നോക്കി നോക്കാം. NP എത്രയുണ്ട് നോക്കി നോക്കൂ, 1500 ഇൻറ്റു VS എത്രയുണ്ടെന്ന് നോക്കി നോക്കൂ, ഇവിടെ 250. അപ്പോൾ ഇവിടെ 250/7500 എന്ന് ആൻസർ ഇതിൽ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരും. ഇത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടാവും, ഒന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ബാക്കി ഭാഗം ചെയ്ത് നോക്കാം. ഇതിൽ സീറോസ് നമുക്ക് വെട്ടിക്കളയാം അല്ലേ.
അപ്പം എവിടെയൊക്കെ സീറോസ് വെട്ടിക്കളയാം നോക്കി നോക്കാം. ഈ 2 സീറോസ് ഞാനിവിടെ വെട്ടുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ 2 സീറോസും വെട്ടുന്നുണ്ട്. ഇവിടുത്തെ 1500-ന്റെ 2 സീറോസും വെട്ടിയിട്ടുണ്ട്. അപ്പം എന്തൊക്കെ ആൻസർ വന്നു നോക്കാം. ഈക്വൽ ടു ഇവിടെ 15 എന്നുണ്ട്. 15 എഴുതട്ടെ. 15 ഇൻറ്റു 250 ബൈ 75 എന്ന് വന്നിട്ടുണ്ടാവും. 15 ഇൻറ്റു 250 ബൈ 75. ഇനി നമുക്ക് എങ്ങനെ ഇതിനെ എളുപ്പത്തിൽ ചെയ്യാം നോക്കാം. നിങ്ങൾക്ക് 15 ഇൻറ്റു 250 ചെയ്ത് പിന്നെ 75 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു മെത്തേഡാണ്. നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ 25 എടുക്കാം. 250 ഒരുമിച്ച് വിചാരിക്കുമ്പോൾ പ്രശ്നമാണ്. 25 ബൈ 75 നോക്കാം. 75 എത്ര പ്രാവശ്യം 25 പോവും? 25, 25, 50, പിന്നെ ഒരു 25 കൂടി ആയി 75 ആയില്ലേ. 25 3 പ്രാവശ്യം ആയി കഴിഞ്ഞാൽ 75 ആയി. അപ്പോൾ ഇവിടെ 25നെ എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റും? 75-ൽ 3 പ്രാവശ്യം പോകില്ല. അപ്പോൾ ഞാൻ ഇവിടെ 3 എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ആൻസർ ഇവിടെ കിട്ടും. ഇവിടെ 25 ബൈ 75 എത്ര വരും? ഇവിടെ 1 വരും. 25-ന് എത്ര പ്രാവശ്യം 75-ൽ എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം പോകും. ഞാനിവിടെ അത് വീണ്ടും എഴുതാണ്. ഈക്വൽ ടു ഇപ്പോൾ നമുക്ക് സോൾവ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. 15 ഇൻറ്റു 1 മാത്രമല്ല, ഇവിടെ ഒരു 0 കൂടിയുണ്ട്. അപ്പോൾ 10 ബൈ 3 എന്ന് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതിനെ വീണ്ടും ചെറുതാക്കാനായിട്ട് കഴിയും. 3 ഇൻറ്റു 5 അല്ലേ 15. ഇവിടെ നോക്കി നോക്കൂ. 15 ബൈ 3 എന്ന് പറയുമ്പോൾ 15-ൽ 3 എത്ര പ്രാവശ്യം പോവും? 3 ഇൻറ്റു 5 ആണ് 15. അപ്പോൾ ഇവിടെ 3-നെ നമുക്കൊന്ന് വെട്ടാം. 15-ൽ 5 പ്രാവശ്യം 3 പോവും. 3 ഇൻറ്റു 5 ആണ് 15. അപ്പോൾ 15-ൽ 3 5 പ്രാവശ്യം പോവും. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരും 5 ഇൻറ്റു 10 എന്ന് വരും. 5 ഇൻറ്റു 10 എത്രയാണ്? 50 എന്ന് കിട്ടും ആൻസർ. ഇനി യൂണിറ്റ് നോക്കണം. ഇവിടെ വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആൻസറിന്റെ യൂണിറ്റ് വോൾട്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് 50 വോൾട്ട് എന്ന് ആൻസർ കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ഒരുമിച്ച് ഒന്ന് ചെയ്ത് നോക്കണം. എന്നാലും തന്നെ വെറുതെ കേട്ടിരുന്നത് കൊണ്ട് മാത്രം ആൻസർ കിട്ടില്ല. ഇനി IP കണ്ടുപിടിക്കണം. ഇപ്പോൾ VP മാത്രമാണ് 50 വോൾട്ട് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ VP നമുക്കിവിടെ കിട്ടി 50 വോൾട്ട്. ഇനി എന്ത് കണ്ടുപിടിക്കാനുണ്ട്? IP പ്രൈമറി കറന്റ് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് അടുത്ത സ്ലൈഡിൽ നോക്കി നോക്കാം. ഇവിടെ ഞാൻ കിട്ടിയത് എഴുതിയിട്ടുണ്ട്. VP 50 വോൾട്ട് നമുക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. സെക്കൻഡറിയിലെ പവർ 100 വാട്ടാന്ന് അവർ തന്നിട്ടുണ്ട്. പ്രൈമറി സെക്കൻഡറിയിലെ പവർ 100 വാട്ടാന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രൈമറിയിലെ പവറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെക്കൻഡറി പവർ 100 വാട്ട് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. അതായത് VS IS സെക്കൻഡറി പവർ ആണ് എന്ത്? VS IS ഈക്വൽ ടു 100 വാട്ട് എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം സെക്കൻഡറിയിലെ പവറും പ്രൈമറിയിലെ പവറും തുല്യമാണ് അല്ലെ. സെക്കൻഡറി പവർ ഈക്വൽ ടു പ്രൈമറി പവർ. അപ്പോൾ VS IS ഈക്വൽ ടു 100 എന്ന് എഴുതുന്ന പോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? VP IP ഈക്വൽ ടു 100. ഇത് തന്നിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് എങ്ങനെ കണ്ടെത്താം ഇത് രണ്ട് തുല്യമാണെന്നത്? നമുക്ക് ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചോളം നമ്മൾ പഠിച്ചാണ്. പ്രൈമറിയിലെയും സെക്കൻഡറിയും പവർ തുല്യമാണ്. അപ്പോൾ IS ഇനി IP ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നേരിട്ട് IP കണ്ടുപിടിക്കാം. IP ഈക്വൽ ടു എന്ത് വരും? 100. ഈ VP എന്നുള്ളത് ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ബൈ VP എന്ന് വരും. 100 ബൈ VP. VP IP ഈക്വൽ ടു 100 എന്നാണ്. അപ്പോൾ IP ഇവിടെ നിർത്തുക. IPനെ ഇവിടെ നിർത്തിയിട്ട് VPനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇൻറ്റു VP എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ബൈ VP എന്ന് വരും. അതായത് 100 ബൈ VP ഇവിടെ കിട്ടി. നോക്കി നോക്കൂ. VP എത്രയുണ്ട്? 50. നമുക്ക് നേരത്തെ ആൻസർ ഇവിടെ കിട്ടിയതാണ്. അപ്പോൾ 100 ബൈ 50 എന്ന് വരും. അതായത് 2 ആംപിയർ എന്നാണ് നമുക്ക് ആൻസർ വരെ. 100 ബൈ 50 2 ആണ്. പിന്നെ 2 യൂണിറ്റ് കറന്റിന്റെ യൂണിറ്റ് ആണ് എഴുതേണ്ടത് ആംപിയർ. അപ്പോൾ 2 ആംപിയറിന് ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വർക്കാണ് തരുന്നത്. ഇതിന്റെ ആൻസർ നമ്മൾ ഇനി അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു തരാം. നിങ്ങളിത് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെയ്ത് നോക്കുക. അടുത്ത ദിവസം ഇതിന്റെ ആൻസർ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നോക്കുക. പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ 2 ആംപിയർ കറണ്ട് നൽകുന്നു. അതായത് പ്രൈമറിയിലെ കറന്റ് ആണ് 2 ആംപിയർ. സെക്കൻഡറി കോയിൽ 24 വോൾട്ട് 0.4 ആംപിയർ വൈദ്യുതി ലഭിക്കുന്നു. സെക്കൻഡറിയിൽ നിന്ന് സെക്കൻഡറി വോൾട്ടേജ് ആണ് എത്ര? 24. സെക്കൻഡറി കറന്റ് ആണ് 0.4. അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് പവർ എത്ര? ഈ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈമറി വോൾട്ടേജും കണ്ടെത്തണം. അപ്പം എല്ലാവരും ഇതൊരു പേപ്പറിൽ എഴുതി ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. അടുത്ത ദിവസം
ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഇതിൻ്റെ ആൻസർ കൂടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് പാർട്ട് 3 ആണ് നമ്മളുടെ ഈ വീഡിയോ. പാർട്ട് 1ഉം 2ഉം കണ്ടതിന് ശേഷമാണ് ഇത് കണ്ടാൽ നന്നായി മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും അതിന് ശ്രമിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.